ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. 2 ഗഡു ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇന്നു മുതൽ സംസ്ഥാനത്ത് തുടങ്ങുന്നത്. അത് ഒരു ഗഡുവെന്ന് പറയുന്നത് ജനുവരി മാസത്തെ പെൻഷനാണ്. മറ്റൊന്ന് നേരത്തെ വലിയ പണഞ്ഞെരുക്കമുണ്ടായപ്പോൾ കുടിശ്ശിക വന്നതിലെ ഒരു ഗഡു കൂടിയാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ നേരത്തെ വ്യക്തമാക്കിയതാണല്ലോ ചട്ടം 300 പ്രകാരം ആ കുടിശ്ശിക കൊടുത്തു തീർക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ 2 കുടിശ്ശിക നൽകുമെന്ന്. അതിൽ രണ്ടാമത്തെ കുടിശ്ശിക ഗഡുവും കൂടി ചേർത്താണ് ഇന്നിപ്പോൾ 2 ഗഡു പെൻഷൻ ലഭ്യമായി തുടങ്ങുന്നത്. 3200 രൂപ 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് ഇന്നു മുതൽ എത്തുകയാണ്. 1604 കോടി രൂപയാണ് ധനവകുപ്പ് ഇതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്നത്. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം പെൻഷൻ വിതരണ ക്രമത്തിന്റെ വാർത്തകൾ. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. കമലേഷ്, പെൻഷൻ വിതരണം ഇന്നു മുതൽ തുടങ്ങുകയാണ്. 3200 രൂപ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കൈകളിലേക്ക് ഇന്നു മുതൽ എത്തും. അതിൽ ഒരു ഗഡു എന്ന് പറയുന്നത് ജനുവരി മാസത്തെ പെൻഷൻ, രണ്ടാം ഗഡു എന്ന് പറയുന്നത് കുടിശ്ശികയിലെ ഒരു ഗഡു. അങ്ങനെ 2 ഗഡു പെൻഷനാണ് ഇന്നു മുതൽ ലഭ്യമായി തുടങ്ങുന്നത്. തീർച്ചയായും മനു, മുഖ്യമന്ത്രി നേരത്തെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് ഇല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ പോകുന്ന ഒരു ജനകീയ സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്നത് ഇക്കാര്യം കൊണ്ട് കൂടി നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ചില മാസങ്ങളിൽ ഈ പെൻഷൻ കുടിശ്ശിക വന്നിട്ടുണ്ട്, പക്ഷേ അത് ഈ സാമ്പത്തിക വർഷവും അതുപോലെ തന്നെ അടുത്ത സാമ്പത്തിക വർഷവും അത് കൃത്യമായി കൊടുത്തു തീർക്കും എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം കഴിഞ്ഞ ഓണത്തിനാണ് കുടിശ്ശികയിലെ ആദ്യ ഗഡു നൽകിയിരുന്നത്. രണ്ടാമത്തെ ഗഡു ഈ മാസം മുതൽ, അതായത് ഇന്നു മുതൽ വിതരണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഏതായാലും 1604 കോടി രൂപയാണ് ധനവകുപ്പ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. ഏതാണ്ട് 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ ഈ തുക ലഭിക്കുമെന്നുള്ളതാണ്. ഇതിൽ തന്നെ ഒരു കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 22.62 ലക്ഷം ഈ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ തുക എത്തും. ബാക്കിയുള്ള ആളുകൾക്ക് ഈ മറ്റ് ബാങ്കുകൾ മുഖാന്തരം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ മുഖാന്തരം എത്തി അവിടുത്തെ ജീവനക്കാർ നേരിട്ട് വീടുകളിലേക്ക് എത്തിച്ച് നൽകുന്ന ഒരു സംവിധാനം കൂടിയാണ് നിലവിൽ ഉള്ളത്. ഏതായാലും ഈ ക്ഷേമനിധി പെൻഷൻകാർ അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള പെൻഷൻ ആളുകൾക്കൊക്കെ തന്നെ ഈ തുക, അതായത് 3200 രൂപയാണ് ഇന്നു മുതൽ അവരുടെ കൈകളിലേക്ക് എത്തുക. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ കുടിശ്ശിക വന്നിട്ടുള്ള മാസങ്ങളിലെ ഒരു മാസത്തെ കുടിശ്ശിക അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെ പെൻഷൻ തുക, ഇത് രണ്ടും 1600 വീതം ഈ 2 മാസത്തെയും ചേർത്ത് 3200 രൂപയാണ് ഇന്നു മുതൽ കൃത്യമായി ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്. നേരത്തെ മുഖ്യമന്ത്രി അവർക്ക് നൽകിയ ഒരു ഉറപ്പിന്റെ ഭാഗമായി കൂടിയാണ് ഈ തീർച്ചയായും കമലേഷ്, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സംസ്ഥാനം അത്ര സുഭദ്രമായ ഒരു സാമ്പത്തിക സ്ഥിതിയിലൂടെ ഒന്നുമല്ല കടന്നു പോകുന്നത്. കേന്ദ്രത്തിന്റെ നയങ്ങളൊക്കെ വലിയ പണഞ്ഞെരുക്കം ഇപ്പോഴും സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷേ അതിനിടയിലും ഒരു മുൻഗണന നിശ്ചയിച്ച് സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് നിർത്താൻ കഴിയുന്നു എന്നത് ഒരു സർക്കാർ സംവിധാനത്തെ സംബന്ധിച്ച് അവരുടെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയും. മനു, തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അടിയന്തരമായി ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തേണ്ടുന്ന മേഖലകൾ പലതുണ്ട്. അതായത് ദൈനംദിനമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ തുക ചെലവഴിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം ഒരുപോലെ കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്ന ഈ വേളയിൽ പോലും ഇക്കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു മുഖ്യമന്ത്രിയുടെ അടക്കം ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധനവകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് വളരെ നല്ല നിലയിൽ ഇടപെടുന്നുണ്ട്. ഈ നിലവിലെ ഇന്നിപ്പോൾ ആരംഭിക്കുന്ന പെൻഷൻ വിതരണത്തിനായി 1604 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. 62 ലക്ഷം പേരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു മാസത്തെ കുടിശ്ശിക അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെ പെൻഷൻ അടക്കം 3200 രൂപ ഇന്നു മുതൽ ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുകയാണ് മനു. ശരി, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. നമുക്കറിയാം ഈ പെൻഷൻ കിട്ടുന്ന
പല മനുഷ്യരും ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഈ 1600 രൂപ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയേക്കാൾ മൂല്യമുള്ളതായിരിക്കാം. കാരണം മരുന്ന് വാങ്ങാനും അവരുടെ ചെറിയ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുമുള്ള ഒരു 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 സമാശ്വാസം എന്ന നിലയിൽ തന്നെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നത് പോലെ അത് വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹം, നയമെന്ന് പറയുന്നത് എന്ന് മുഖ്യമന്ത്രി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കുടിശ്ശികയുണ്ടായിരുന്നതിൽ ഒരു ഗഡു കൂടി ചേർത്ത് ഈ മാസത്തെ പെൻഷൻ നൽകുമ്പോൾ 3200 രൂപ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കൈകളിലേക്ക് കിട്ടുന്നു എന്നത് ഏറെ ആശ്വാസം നൽകുന്നത് തന്നെയാണ്.